അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ കൊണ്ടാണ് കേട്ടോ. ചെമ്മീൻ പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. പാക്കറ്റ് ചെമ്മീൻ മേടിച്ചതാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. കട്ട പിടിച്ചിരിക്കണു. അപ്പം അതിനെ കട്ട പിടുത്താൻ വേണ്ടിയിട്ടേ വെള്ളത്തിലിട്ടൊക്കെയാണ് കേട്ടോ. പാക്കറ്റ് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിടുകയാണ്. അത് കട്ടനൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെയാണ്. ഞാൻ പാക്കറ്റ് കണ്ടു നോക്കുമ്പോൾ മേടിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേതാകുമ്പോൾ നന്നാക്കാൻ പണിയല്ലേ, ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ മടിച്ചിട്ട് പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. രാവിലെ നൂൽപുട്ടും മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നൂൽപുട്ട് മുട്ടക്കറി. ഞാൻ നൂൽപുട്ട് അടിക്കാൻ പോവുകയാണ് കേട്ടോ. പാത്രത്തേക്ക് തട്ടിയിട്ടുണ്ട്. നൂൽപുട്ട് ഒരു മുട്ടയും ഒരു ഗ്ലാസ് ചായയും കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ട് ഞാൻ അടിച്ച് വിടുകയാണ്. അങ്ങനെ ഈ നൂൽപുട്ടിനെ എങ്ങനെ തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അടിച്ചു വിടുകയാണ് കേട്ടോ. ഞാൻ കൂട്ടാൻ എന്താ വെക്കുക വിചാരിച്ചു. സാമ്പാർ വെക്കാമല്ലോ നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ കുറവാണ്. വെള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു സാമ്പാറും വെക്കാനിട്ടോ. ഞാൻ പൈൽക്കുള്ള സാധനങ്ങൾ എല്ലാതിലേക്കുള്ള സാധനങ്ങളാണ് ഞാൻ ഈ അരിഞ്ഞ് വെക്കണത് കേട്ടോ. ഒരൊറ്റ ട്രിപ്പിലൊക്കെ കഴിയുമല്ലോ. ഒന്നെടുക്കാൻ ഇതാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എല്ലാതും ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കൂർക്കയാണ് നന്നാക്കണത്. കൂർക്കയും വാഴയ്ക്കാണ് കേട്ടോ ഉപ്പേരി വെക്കണത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അത്. കട്ട വിട്ടിരിക്കണമെന്ന് ഞാനൊന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തിനാ വന്നത്? എന്തോ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞാൻ മറന്നു. ഈ കിടക്ക അങ്ങനെ ഒരു ഓട്ടത്തിരക്ക് ഉണ്ട്. എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഇങ്ങനെ ആലോചിക്കും എന്തപ്പം ഞാൻ എടുക്കാൻ വന്നതെന്നുള്ളത്. അപ്പോൾ ഉപ്പേരി നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റി കൊടുക്കാം കേട്ടോ. പരിപ്പ് അടുപ്പത്ത് വെച്ച് കൊടുക്കുക സാമ്പാറിന്. പരിപ്പും പിന്നെ ഉപ്പേരിക്കുള്ളതും ചെമ്മീനിക്കുള്ളതും ഗ്യാസിൻ്റെ മുകളിൽ 3 ഉപ്പേരിക്കുണ്ട് കേട്ടോ. ഇത് സാമ്പാർക്കുള്ള തേങ്ങയാണ്. ഉപ്പ് പാത്രത്തിലത്തെ ഉപ്പ് തീർന്നു മക്കളെ. അപ്പോൾ ഉപ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് പാത്രത്തിലിടാം കേട്ടോ. ഒരു കൈ കൊണ്ടല്ലേ വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ഞാൻ കൊട്ടുമ്പോൾ പകുതി കുറേയൊക്കെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ് സൈഡിൽ പോയതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളി നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഞാൻ
ചെമ്മീൻ വെക്കാനുള്ളതിലേക്കുള്ളതാട്ടോ എടുക്കണത്. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ഉരലിലിട്ടിട്ട് ചതക്കാട്ടോ. നല്ല വൃത്തിക്ക് കഴുകി കൊടുക്കാട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഉരലിലിട്ടിട്ട് ചതച്ചിട്ട് എടുക്കാട്ടോ. പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇനി ഉപ്പേരി വെന്തു, അതും ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി ഉള്ളി വയന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കാം കേട്ടോ. കുക്കറിലത്തെ വിസിൽ കളയുക കേട്ടോ. പരിപ്പ് വിസിൽ കളഞ്ഞിട്ടില്ലെങ്കിൽ ഓവറായിട്ട് വെന്തിട്ട് അലിയും. അങ്ങനെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. കഷ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നോവുന്നല്ല എൻ്റെ കൽബും തേങ്ങുന്നല്ല എൻ്റെ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടക്കിൻ്റെ ഒരു മൂളിപ്പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ പറയാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് ഇട്ട് നോക്കും. പരിപ്പ് ഇനി പാകത്തിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പരിപ്പ് വെന്ത് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായി. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മക്കളെ, ഞാൻ ഈ സാമ്പാറിൽ ഒരു സാധനം ഇടാൻ മറന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാനൊക്കെ വെന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ആ സാധനം ഇട്ടിട്ടില്ലല്ലോ. ഒരു സാധനമല്ല, 2 സാധനം ഇട്ടിട്ടില്ല കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് കൂട്ടാൻ നോക്കുമ്പോഴാണ് ഇതിലതിൻ്റെ ഒരു കുറവ് ഞാൻ കണ്ടത്. പറയണം നിങ്ങൾ. അങ്ങനെ ചെമ്മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കറുത്ത ആരുകളൊന്നും അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തു. ഉപ്പേരി എന്തുണ്ട് കേട്ടോ. ഉപ്പേരിത്തെ വെള്ളം വാർത്തൊക്കെ നമുക്ക് കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഉള്ളീനൊക്കെ അങ്ങനെ റോസ്റ്റാക്കി നല്ല വഴന്ന ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടു അന്യോന്യം പോരാ
പൊന്നാലെ ഇനി നമുക്ക് ചെമ്മീൻ ചട്ടിയിലിട്ടിട്ട് വേവിക്കാട്ടോ. അല്ലെങ്കിൽ ഉള്ളി ഇതൊക്കെ ചെമ്മീനെ നമ്മൾ നേരിട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേവിക്കുകയാണ് വെച്ചെങ്കിൽ ഉള്ളി ഓവറായിട്ട് വേവും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം ചെമ്മീന് ഉള്ളി അവിടെ കിടന്നിട്ട് റോസ്റ്റ് അങ്ങനെ ആയിക്കോളും. അപ്പോൾ ചെമ്മീനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളും, ഇതും ഇവിടെ കിടന്ന് വെന്തോളും. ഓ, രാവിലെ ഞാൻ നടക്കാൻ പോവാറുണ്ട് കേട്ടോ. പൊന്നാര മക്കളെ, എന്ത് തണുപ്പാലേ രാവിലെ. ഞാൻ തടി കുറക്കാനാണ്, ഞാൻ സ്ലിം ബ്യൂട്ടി ആകാനാ. ഉപ്പേരി തൂമിക്കാനുള്ള ഉള്ളി നമുക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്തിട്ടോ. അപ്പോൾ ചെമ്മീൻ അവിടെ കിടന്നിട്ട് വേവണുണ്ട്, മസാല ഇവിടെ കിടന്നിട്ടും വേവണുണ്ട്. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിനെ അതിലേക്ക് തട്ടാം. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്, അത് ഇവിടെ അടുത്ത് കൂടെ പോണ കുട്ടികൾ എന്നെ കണ്ടു നോക്കുമ്പോൾ യൂട്യൂബർ താത്ത പറഞ്ഞിട്ട് വന്നതാട്ടോ എന്നോട് സംസാരിക്കാൻ. ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എന്താണ്ട് ഇളക്കി കൊടുക്കുക. എന്താ വെച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ വാർന്ന് പോയിണ്ടാകും, എന്നാലും ഉള്ള വെള്ളം കൂടി ഒന്ന് വറ്റിക്കോട്ടെ. അപ്പം നമ്മുടെ ചോറ് റെഡി, സാമ്പാർ റെഡി, ഉപ്പേരി റെഡി, ചെമ്മീൻ ഫ്രൈ റെഡി. കുറച്ച് കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ.